എനിക്ക് ഈ ബോർഡ് മീറ്റിങ്ങോ ഇതിൽ പങ്കെടുക്കുന്ന രീതിയൊന്നും പരിചയമില്ല. ഞാൻ സൂര്യ സാറിനോടൊരു ഐഡിയ പറഞ്ഞിരുന്നു. അത് കൊള്ളാമെന്ന് സാറ് പറഞ്ഞു. അത് ഞാൻ നിങ്ങളോടും പറയാം. നമ്മുടെ കമ്പനി പ്രധാനമായിട്ടും ചെയ്യുന്നത് കുക്കറിന്റെ ബിസിനസ് ആണല്ലോ. അക്കാര്യത്തിലാണ് പുതിയൊരാശയം എനിക്ക് തോന്നിയത്. പറഞ്ഞോളൂ മാഡം. ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുന്നൊരു സ്ത്രീയാണ്. പൊതുവെ വിഭവങ്ങൾക്ക് രുചി കൂട്ടുന്നത് നമ്മുടെ പഴയകാല പാരമ്പര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു മൺചട്ടിയിൽ പാചകം ചെയ്യുന്നതും മറ്റെന്തിനേക്കാളും സ്വാദുള്ളതാണ്. ഇപ്പൊ എല്ലാവർക്കും അടുക്കളയിൽ കുക്കർ അത്യാവശ്യമാണ്. പക്ഷെ പഴയ ആളുകൾക്ക് മൺചട്ടിയിൽ കഴിക്കുന്നതാണ് സ്വാദ് എന്നും പറയും. അങ്ങനെയാണെങ്കിൽ ഒരു മൺപാത്ര കുക്കർ എന്തുകൊണ്ട് ചിന്തിച്ചൂടാ? മമ്മി, മൺപാത്ര കുക്കറോ? ഇവൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അവള് പറയട്ടെ, അടുക്കളക്കാരിക്ക് അതല്ലേ അറിയൂ. കാഴ്ചയിൽ അതൊരു കുക്കറായിരിക്കണം, പക്ഷെ അതിനകം മൺപാത്രമായിരിക്കണം. അങ്ങനൊരു ഐഡിയ ആണ് ഞാൻ സാറിനോട് പറഞ്ഞത്. നന്ദിനിയുടെ ഐഡിയ നിങ്ങൾക്ക് വ്യക്തമായി എന്നാണ് ഞാൻ കരുതുന്നത്. പരിഷ്കാരവും പാരമ്പര്യവും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു രീതി. ഒരുപക്ഷെ ഇങ്ങനൊരു ഐഡിയ ആദ്യമായിരിക്കും ഈ ഇൻഡസ്ട്രിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലേ? അത്തരത്തിലൊരു പ്രൊഡക്ഷൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഒരേ സമയം പാരമ്പര്യത്തിന്റെ രുചിയും വീണ്ടെടുക്കാം, പരിഷ്കാരത്തിന്റെ സമയവും ലാഭിക്കാം. എന്താ നിങ്ങളുടെ എല്ലാവരും ഒരു ഒപ്പീനിയൻ? മൺപാത്ര കുക്കർ കേൾക്കുമ്പോ വിചിത്രമായ ആശയമാണ്. പക്ഷേ പ്രാക്ടിക്കലാക്കി എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരു സ്ഫോടനം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. താങ്ക് യു. ഇറ്റ്സ് ആൻ എക്സലന്റ് ഐഡിയ മാഡം. ഇങ്ങനെയൊരു പ്രോഡക്റ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതല്ല. ഐ എം 100% ഷുവർ. മാഡം തുടക്കത്തിൽ പറഞ്ഞല്ലോ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആളാണത്. അങ്ങനെ ഒരു പെണ്ണിന് മാത്രമേ ഇത്തരത്തിൽ നോവൽറ്റി ഉള്ള ഒരു ഐഡിയയെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. എനിവേ, ഇറ്റ്സ് ഗ്രേറ്റ് ഐഡിയ മാഡം. Thank you all of you. വെൽക്കം സർ. നന്നായോ സർ? നന്ദിനി,
അവർ പറഞ്ഞു കേട്ടില്ലേ, യു ആർ ഗ്രേറ്റ്, യുവർ ഐഡിയ ഈസ് ഗ്രേറ്റ്. പത്മ മേഡം തടഞ്ഞിട്ടും ആ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ പങ്കെടുത്തെന്ന് മാത്രമല്ല, ഈ ഒരു ഒറ്റ നീക്കത്തോടെ തന്നെ ഞാൻ ഈ സ്ഥാനം ഏൽപ്പിച്ചത് വെറുതെ ആയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. നന്ദിനി, സൂര്യയുടെ സെലക്ഷൻസ് ഒന്നും മോശമാവാറില്ല. താൻ അത് തെളിയിച്ചു. സൂര്യ, നീ ഹാപ്പി അല്ലേ? ഉറപ്പല്ലേ വിവേകേ? കുറച്ചു നേരത്തെ ടെൻഷൻ മറികടന്നത് എന്തൊരു മഹത്തായ വിജയത്തോടെയാ. നന്ദിനി, തന്നോടെ എനിക്ക് എന്താ പറയേണ്ടെന്നറിയില്ല. നമ്മൾ ജയിച്ചു, നമ്മൾ ജയിച്ചു കാണിച്ചു. എനിക്ക് എപ്പോഴാ ശ്വാസം നേരെയത്. ഞാൻ കാരണം സാർ തോറ്റു പോയിരുന്നെങ്കിൽ എനിക്കത് ആലോചിക്കാനേ വയ്യ. എന്റെ താനിയൊരമ്മ കാത്തു. അപ്പോഴേ ഞാൻ പറഞ്ഞാലേ കളിക്കണ്ടെന്ന് ഇപ്പൊ സമാധാനമായല്ലോ. ഇനി ബോർഡ് മെമ്പേഴ്സിന് മുന്നിൽ ആന്റിക്ക് എന്താണ് വില പറയണം. ഘടകം അങ്ങനെ എന്നെ എറിഞ്ഞു തോപ്പിക്കാന്നായിരുന്നു കരുതണ്ട. വേണമെങ്കിൽ ആന്റി ഒന്നുകൂടെ എറിഞ്ഞു നോക്കണേ. ഞാൻ കറക്റ്റായിട്ട് ഒഴിഞ്ഞു മാറും. കളരി അത്യാവശ്യ ഞാൻ. എന്നെ അറിയില്ല. വിജി എന്തായി കാണിക്കുന്നേ? എന്റെ ഇന്ദ്രജെ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ റബ്ബർ പന്ത് എറിയുന്നതിൽ ഞാനാണ് ഫസ്റ്റ്. ഒന്ന് മിണ്ടാതിരിക്കാമോ? ഓക്കെ, മിണ്ടാതിരിക്കാം. മമ്മി, ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനുണ്ടോ? മമ്മി എന്തിനാ ഫോൺ കണക്ട് ചെയ്യാൻ സമ്മതിച്ചത്? ഇരിക്കുന്നതേ ബോർഡ് മീറ്റിംഗിലെ അംഗങ്ങളാ. അവരുടെ മുമ്പിൽ കമ്പനി കാര്യത്തിൽ എനിക്ക് തന്നിഷ്ടക്കാരിയാവാൻ പറ്റില്ല. കമ്പനി സിഇഒ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് അവര് കേൾക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കെടുപ്പിച്ചിരിക്കണം. അതുകൊണ്ടാ വഴങ്ങി കൊടുക്കേണ്ടി